സാവിത്രി. ബാലേട്ട, എന്താ ഇത്? സാവിത്രി. അരുത് ബാലേട്ട, ഇത് തെറ്റാണ്. തെറ്റോ? അതെ, ഞാൻ ബാലേട്ടനെ കുറിച്ച് ഇങ്ങനെയല്ല കരുതിയത്. ദയവ് ചെയ്ത് പോയി കിടക്കൂ. നീ അല്ലെങ്കിൽ നിന്റെ തമ്പുരാട്ടി കിട്ടും വഴി എനിക്ക്. സാർ ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നു കളഞ്ഞല്ലേ? ആരാടി മാധവിയോ? നിന്നെ തേടി തന്നെ ഞാനും വന്നത്. തൊട്ട് പാ. ചേട്ടാ, ചേട്ടാ, ശരി ചേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ വരൂല. ഞാനാ വിളിക്കുന്നത്. വരൂ, വരൂ. കൈ കിട്ടിയ തട്ടിപ്പറിച്ച് നീ നശിച്ചു പോകേ ഉള്ളൂ. ഇരിക്കൂ. ചേട്ടാ, ഇത്രയും തരം താഴണമായിരുന്നു. ഒരു പെണ്ണിന്റെ മുമ്പിൽ നിയന്ത്രണം വിട്ടു പോകുന്നവനാണ് ബാലേട്ടനെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നിങ്ങൾ എനിക്ക് പുനർജന്മം തന്ന് വലിയൊരു മനുഷ്യനാണ്. എന്റെ ശരീരമാണ് ബാലേട്ടന് ആവശ്യമെങ്കിൽ ഇതാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്നോട് ക്ഷമിക്കൂ. ചേട്ടനെ ജീവന് തുല്യം സ്നേഹിക്കുന്നവളാണ് ഡെയ്സി. ഇങ്ങനെ തെരുവ് വേശികളെ തേടി പോകുന്നത് ചേട്ടൻ അവളോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഇല്ല, ഡെയ്സി അങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല. എന്നാൽ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ചേട്ടൻ മാത്രമാണ്. എനിക്കൊന്നും കേൾക്കണ്ട. ബാലേട്ട, ബാലേട്ട, ചായ. സാവിത്രി, ഞാൻ ഇന്നലെ വളരെയധികം മദ്യപിച്ചു പോയി. എന്റെ അവിവേകത്തിന് എനിക്ക് മാപ്പ് തരൂ. അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രം ജീവിക്കുന്ന എന്നോട് അങ്ങ് മാപ്പ് ചോദിക്കരുത്. ഇന്നലെ നടന്നതെല്ലാം ഞാൻ അപ്പോഴേ മറന്നു. നീ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഡെയ്സി എന്റെ രക്ഷിതാവിന്റെ മകളാണ്. അവളെ വിവാഹം ചെയ്യാൻ ഞാൻ അർഹനല്ല. ഞാൻ വിവാഹം ചെയ്യുന്നെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും. ബാലേട്ട, എങ്ങു നിന്നോ ഓടി വന്നവളാണ് ഞാൻ. ബാലേട്ടന് എന്നേക്കാൾ നിലയും വിലയുമുള്ള പെണ്ണിനെ കിട്ടും. ഏറ്റവും വിലയുള്ളതായി ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെയാണ്. ഡെയ്സി ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു പറയുന്നത് കൊണ്ട് അവളുടെ വിവാഹം കഴിഞ്ഞിട്ടേ നമ്മുടെ വിവാഹം നടത്തും. അതുവരെ നിന്റെ നേരിനെ പോലും ഞാൻ സ്പർശിക്കില്ല. പറച്ചോനെ, ഇതാര് സാവിത്രി കുട്ടി? എങ്ങോട്ട് പോണു? ബാലേട്ടന് ചോറ് കൊണ്ടു കൊടുക്കാൻ. സന്തോഷം. ഇപ്പോഴാണ് ബാലസാറിന് ഒരു മേൽലാസം ഉണ്ടായി. കെട്ടിയവൻ ജോലിക്ക് പോയിരിക്കണം, കെട്ടിയവള് കെട്ടിയവന് ചോറും കൊണ്ടുപോകണം. ആ ചെല്ല് ചെല്ല്. ചോറ്.
ഇവിടുത്തെ പതിവ് പുള്ളികളുടെ കൂട്ടത്തിൽ സാറിന് മാത്രമാണ് ഈയിടെ കാണാത്തത്. പുതിയതൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? അയ്യോ, ഇപ്പോഴുള്ളതെല്ലാം പുതിയതല്ലേ? ദ്രാക്ഷായനെ, അമ്മണി, എലിക്കുട്ടി, ഇങ്ങോട്ട് വരേൻ. ആ, ഇത്രയും പേരാ ഇപ്പോഴുള്ളത്. മനസ്സിൽ പിടിച്ചത് ഏതാണെന്ന് വെച്ചാൽ കബൂലാക്കി. എവരെയൊക്കെ ഞാൻ ഇതിന് മുമ്പും കണ്ടിട്ടുള്ളതാണല്ലോ. ആ, നിങ്ങളൊക്കെ പോയി. സാറേ, ഹോട്ടലിൽ നിന്ന് ശാപ്പാട് വരുത്തിക്കുന്നത് പോലെ 8 വാക്കിന് പല മുതലാളിമാരും കാറായി. പറയുന്ന കാശ 8 മണി കഴിഞ്ഞാലേ ഇവിടെ ഒരെണ്ണത്തിനെ കാണത്തില്ല. ആ ശരി, ഞാൻ ഇറങ്ങുന്നു. ഉള്ളത് ഈ പങ്ക് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും ഭംഗി. ഇതെന്തിനാ ഒന്നിനും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ വരുന്നത്? ഇപ്പൊ പൂത്താലോട്ട് അകത്തോട്ട് പോയില്ലേടോ? അയ്യോ, എന്നാ പിടി. അത് മാത്രം നടപ്പില്ല. വന്നാലും മറ്റോ 100 കൂടെ. എത്ര രൂപ തന്നാലും ഈ ജന്മത്തെ സാധ്യമല്ല. അതേ, കമലാക്ഷമ്മയുടെ മോള് സാവിത്രിയാ. എനിക്ക് അവളെ മതിയിടോ. മതിയെന്ന് വെച്ച കാര്യം നടക്കണ്ടേ? എത്രയോ മുതലാളിമാർ ലക്ഷക്കണക്കിന് രൂപ വെച്ച് നീട്ടിയിട്ടും കമലാക്ഷമ്മ സമ്മതിച്ചിട്ടില്ല. ആ, പിന്നെ കാര്യം കമലാക്ഷമ്മയോട് നേരിട്ട് അങ്ങ് പറഞ്ഞേക്ക്. എന്താ മണി? സാവിത്രിയെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവക്കൊണ്ട് ഞാൻ എന്ത് തുടങ്ങി? വേണ്ട ഉണ്ണി, ഈ ആഗ്രഹമേ നിനക്ക് വേണ്ട. ഇക്കാര്യത്തിൽ നീ എന്നെ അമ്മയായിട്ട് തന്നെ കാണണം. ഗതികേട് കൊണ്ട് ഞാൻ ഈ നരകത്തിൽ വന്ന് വിട്ടു. പക്ഷേ എന്റെ ജീവനുള്ളതുവരെ അവളെ ഈ വഴിക്ക് വിടുകില്ല. പിന്നെന്തിനാ അവളെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കും? അവള് വെളി നിന്നാ പഠിച്ചത്. പഠിത്തം കഴിഞ്ഞു. ഇനി അവളെ ആരുടെ കൂടെങ്കിലും മാനമായിട്ട് പറഞ്ഞു വിടണം. എന്താ മുതലാളി വിളിച്ചത്? ഇപ്പൊ കേട്ടല്ലോടാ? ചിരിച്ചില്ലോ. സാവിത്രി കുട്ടിയുടെ പാദസ്വരത്തിന്റെ വിളിക്കണേ. 1000 രൂപ കൊടുക്കണം. 1,00,000 രൂപ കൊടുത്താലും ആ തള്ള അവളെ അയക്കും. പിന്നെ എന്താ ചെയ്യും? പാമ്പും പഴയതാ മുതലാളി നല്ലത്. 2 പെഗ് കൂടെ അടിച്ചേച്ച് മുതലാളി സരോജനയുടെ മുഖത്തേക്ക് നോക്കിയാട്ടെ, സാവിത്രി കുട്ടിയാണെന്ന് തന്നെത്താൻ തോന്നും. ഇന്ന് വരെ അവളെ ഒരു തെറ്റിലും വീഴ്ത്താതെയാണ് ഞാൻ വളർത്തിയത്. അതറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അവൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ നീ വേശ്യാലയങ്ങളിൽ കയറിയിറങ്ങുന്നവനാണ്. ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല. നിങ്ങളും ഈ തൊഴിൽ അവസാനിപ്പിക്കണം. മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കുഴിയിൽ വന്ന് വീണത്. സാവിത്രിയെ പഠിപ്പിച്ച വകയിൽ വളരെയധികം കടമുണ്ട്. അത് തീരുന്നതുവരെ ഈ ചെളിയിൽ നിന്നും കരകയറാൻ നിവർത്തിയില്ല. ഒരു നല്ല മനുഷ്യനായി മാറി ഞാൻ സാവിത്രിയെ സംരക്ഷിച്ചുകൊള്ളാം. അമ്മ എനിക്കുള്ള വിവാഹം ചെയ്തു തരണം. ആ, നീ ഇത്രയും താല്പര്യം കാണിക്കുന്നത് കൊണ്ട് അവക്കിഷ്ടമാണെങ്കിൽ ഞാനിത് നടത്തിത്തരാം. മോളി വിവാഹത്തിന് സമ്മതിക്കണം. രാഘവൻ നല്ലവനാ. നിന്നെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ എനിക്കൊരു സമാധാനവുമില്ല. അതുകൊണ്ട് ഉടനെ വിവാഹത്തിന് ഏർപ്പാട് ചെയ്യാം. നല്ല കളക്ഷൻ കിട്ടുന്ന സമയമാണ്. അപ്പൊ ഇത് പൂട്ടിവിടുന്നത് മഹാഭാവമാണ്. പൂട്ടിയിട്ട് ആറാസ് ഇടിഞ്ഞു വീഴത്തൊന്നുമില്ല. ഭാസ്കര, എനിക്കും എന്റെ മോളെ പോയി ഒന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഈ തൊഴിൽ നടത്തുന്ന നിങ്ങൾ അവിടെ കയറരുതെന്നല്ലേ രാഘവൻ പറഞ്ഞിരിക്കുന്നത്? നമുക്കിനി ഇതങ്ങ് നിർത്താം ഭാസ്കര. അത് കൊള്ളാം. നിങ്ങൾ മകളെ കെട്ടിച്ചയച്ചു, കടകളെല്ലാം വീട്ടി, ഇനി നിർത്താമെന്ന്. അപ്പൊ ഞാനൊരു പെമ്പിളെ എങ്ങോട്ട് പോകും?
നേരാ കമലാക്ഷി, ഏതായാലും നനച്ചിറങ്ങി, ഇനി കുളിച്ചു കയറാം. എങ്ങും പോകണ്ട. ഇനി ഇവിടെ നിന്ന് പോകുന്നത് ചുടുകാട്ടിലേക്ക്. പിടിക്കല്ലേ അതിനെ അനങ്ങി പോരുത്. ഞാനൊരു പാഞ്ചനാണ്. ഒരു 3-4-5 ഓഫീസുണ്ട്. എന്നെ അവമാനിക്കരുത്. നീ എന്തിനിവിടെ വന്നു? ഇച്ചിരി ചുണ്ണാമ്പ് മേടിക്കാൻ വന്നതാണ്. റാസ്കൽ ശബ്ദിക്കരുത്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കടാ. ഇദ്ദേഹത്തെ വിടണം. സ്ഥലമറിയാതെ ആദ്യമായി ഒന്ന് കയറിയതാണ്. Shut up. യമനെ, ആ തള്ള കടന്നു കളഞ്ഞു. അവളെ കിട്ടിയില്ല. എന്താ ഇങ്ങോട്ട് വന്നത്? അമ്മ ഒരാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാ. നിർത്ത്. ആപത്ത് എന്താണെന്ന് ഞാൻ കേട്ടു. എന്നോട് ക്ഷമിക്ക് രാഘവ. എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട. ഇവിടെ താമസിക്കാൻ പറ്റില്ല. നീ മിണ്ടിപ്പോരുത്. ഞാൻ പൊയ്ക്കോളാം മോളെ. നിൽക്കൂ അമ്മേ. ചേട്ടാ, ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാണ്. അമ്മയ്ക്ക് വേറെ ആരുമില്ല. അമ്മ കൂടി ഇവിടെ നിൽക്കട്ടെ. ഇവിടെ താമസിക്കാനോ? ഞാൻ 4 ആണുങ്ങളുടെ കൂടെ ജോലി ചെയ്ത് ജീവിക്കുന്നവനാണ്. എനിക്ക് അവരുടെ മുൻപിൽ തലകുനിക്കാനാവില്ല. ചേട്ടാ, ഇവരുടെ പെറ്റമ്മയാണ്. ഏതമ്മയാലും ശരി, ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ കണ്ടുപോകരുത്. ഞാൻ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞത് കൊണ്ടാ ഇൻസ്പെക്ടർ അമ്മ നമ്മയൊക്കെ വിട്ടയച്ചത്. ജാമ്യത്തിൽ ഇറക്കാൻ ഒരു എരപ്പാളി പോലും വന്നില്ലല്ലോ. ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരുന്നില്ല. ഞാനും ഇല്ല. സരോജിനിയോ? ഞാൻ ചേട്ടൻ പറയുന്നത് പോലെ ചെയ്യും. നീ എങ്ങും പോകണ്ട.